ഇതാണ് ഞങ്ങളുടെ മാളക്കുളം എന്ന് പറഞ്ഞ ഫേമസ് കുളം. ഓഹോ, മലയത്തെ ഏറ്റവും വലിയ കുളമാണ്. പിന്നെ അവിടെ അവിടെ അല്ലേ അത് നമ്മുടെ ഒരു പടം ആൾക്കാരെ പോകുമ്പോൾ പേടിക്കാതിരിക്കാൻ വേണ്ടി കണ്ടിട്ടായിരിക്കാൻ വേണ്ടി സംഭവം. ഇനിയിപ്പോ നമ്മളെങ്ങോട്ടാ പോകുന്നു? ഇപ്പൊ നമ്മൾ നേരം മാളയ്ക്ക്, മാള സെന്ററിലേക്ക്. ഓ ശരി. അതെ, അങ്ങാടി എന്ന് പറയുന്നത് നമ്മളുടെ കേന്ദ്ര സ്ഥലം കേന്ദ്രം മാള എന്ന് പറയുന്ന സ്ഥലം. ഞാനല്ല കേട്ടോ, എന്റെ പേര് ആൾക്കാരിങ്ങനെ വിളിച്ച് മാള അരവിന്ദൻ എന്ന് വിളിച്ച് അരവിന്ദൻ മാളയുള്ളൂ. അല്ല, ഞങ്ങളുടെ ശരിക്കുള്ള പേരെന്താണ്? ശരിക്കും അരവിന്ദൻ. സാധോ മാള പോലീസ് സ്റ്റേഷൻ. കേരളം ഇതാണ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്. ഒരു കാര്യം നേരെ നമ്മുടെ താമസ സ്ഥലത്തേക്ക് പോവാം, വീട്ടിലോട്ട് പോവാം. ഏകദേശം ചെറിയൊരു നാടും കണ്ടു, നാട്ടുകാരെയും കണ്ടു, വീട്ടുകാരെ ആരെയും ഇതുവരെ പരിചയപ്പെടുത്തില്ല. അതിനാണല്ലോ ഞാൻ പോണത് ഇപ്പൊ. അങ്ങനെ അവിടെ ഞാൻ ഒരു കാര്യം ചെയ്യാം, ഞാൻ കുറച്ച് നേരം ക്യാരംസ് കളിക്കാം, നിങ്ങൾ സംസാരിച്ചിരിക്കാം. എത്ര നീ വന്നോ, എന്നെ കൂട്ടി വിളിക്കണ്ട കേട്ടാ, ഒറ്റയ്ക്ക് ഇട്ടാ മതി കേട്ടത്. ഇദ്ദേഹം വലിയ വിദഗ്ധനാണ്. വിദഗ്ധനാ. നേരം വെളുത്തവര് 14 പ്രാവശ്യം തോറ്റ് ആ ദണ്ണം തീർക്കാൻ വേണ്ടി തന്നെ വിളിക്ക. അയ്യോ കുറച്ച് തണുത്ത വെള്ളം കിട്ടിയുള്ള ഐസ് വാട്ടർ അല്ലേ? ഐസ് വാട്ടർ ചൂടാക്കിയത് മതിയോ? അല്ല, ചൂടുവെള്ളം മതിയോ? ചൂടുവെള്ളം കുറച്ച് തണുത്ത വെള്ളം കിട്ടിയ അടുത്തുള്ള ഗീതേ വെള്ളം കൊണ്ടുപോവാ. ഇതാണ് എൻ്റെ ഭാര്യ ഗീത. നമസ്കാരം ചേച്ചി, ഞാൻ ഹരി. ചേച്ചി ചേട്ടൻ്റെ പടങ്ങളൊക്കെ കാണാറുണ്ടോ? ഏതാ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട വേഷം? ചേട്ടന് ഈ ഹ്യൂമർ ക്യാരക്ടർ ചെയ്യുന്നതാണോ അതേ സീരിയസ് കഥാപാത്രങ്ങൾ ചെയ്യുന്നതാണോ ഇഷ്ടം? ശരി ശരി, അതെ അല്ലേ. വീട്ടിൽ ഇതുപോലെ തമാശയാണോ? ആഹാ, നമ്മുടെ മുമ്പിൽ നമ്പറാണ് ഇതൊക്കെ അല്ലേ? അങ്ങനെ സംഭവമൊക്കെയാണ് ലൈഫിൽ. ജീവിതത്തിലൊക്കെ എന്ന് പറയുമ്പോൾ നമ്മൾ കോമഡി പറയാറില്ല സാധാരണ. ജീവിതം തന്നെ നമ്മുടെ എല്ലാവരും ബേസിക്കലി ശരിക്കും ട്രാജിക്കാണ്. കാരണം മനുഷ്യൻ ജനിക്കുന്നത് കരഞ്ഞുകൊണ്ടാണ്, മരിക്കുന്നത് കരഞ്ഞുകൊണ്ടും കരയിപ്പിച്ചുകൊണ്ടാണ് അല്ലേ? രണ്ട് എക്സ്ട്രീമും ദുഃഖമാണ്. അപ്പോൾ നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത് നമ്മുടെ സാധാരണ ജനങ്ങളുടെ ഉള്ളിലുള്ള കോൺസെപ്റ്റ് അനുസരിച്ചല്ല, വളരെ സീരിയസ് ആണ്. എല്ലാവരും ഈ വീട്ടിലെല്ലാവരും തന്നെ ശരിക്കൊക്കെ ചെയ്യും സാധാരണ. ഇപ്പോൾ വിവാഹം കഴിഞ്ഞിട്ട് എത്ര വർഷമായി? ഞാൻ പറയാതെ ഞാൻ പറഞ്ഞത് പോയിട്ട് നേരം. അതെ, രഹസ്യത്തിന് പറയല്ലോ നമ്മുടെ ഏജിൻ്റെ കാര്യത്തെ പറ്റി പറയുമ്പോഴേ. ഞാനത് ഇപ്പം കുറച്ച് വർഷമായിട്ടുള്ളൂ. കുറച്ച് വർഷമായിട്ടുള്ളൂ. മകൻ പഠിക്കുന്നു 4ാം ക്ലാസ്സിൽ. 4ാം ക്ലാസ്സിലായിട്ടുള്ളൂ. മകൻ 4ാം ക്ലാസ്സിലായിട്ടുള്ളൂ? അതെ, 3ാം ക്ലാസ്സിൽ നിന്ന് ജയിച്ചു. ചെറിയ കുട്ടിയായിരുന്നു. ചെറുകുട്ടി. ചേട്ടൻ്റെ ലവ് മാരേജ് ആയിരുന്നു? പിന്നെ എന്താ സംശയം? പിന്നെ ലവ് മാരേജ് ആയിരുന്നു. എൻ്റെ വൈഫ് ഒരു ക്രിസ്ത്യൻ ലേഡിയാണ്. ചേട്ടൻ ഹിന്ദു അല്ലേ? അതെ അതെ, വൈഫ് ക്രിസ്ത്യാനി. അപ്പോൾ മക്കളോ? മക്കള് ഹിന്ദുസ്ഥാനി. ഹിന്ദു ക്രിസ്ത്യാനിയും കൂടി കൂടിയത് ഹിന്ദുസ്ഥാനി. എന്തേ അല്ല ഒന്നുമില്ലേ? അല്ല, കുഴപ്പമുണ്ടോ? കുഴപ്പമുണ്ടെങ്കിൽ തന്നെ എനിക്ക് കുഴപ്പമില്ല. എന്തേ ഒന്നുമില്ലേ? ആ